RCCക്ക് നേരെ RCCയിലെ സെർവറിന് നേരെയുണ്ടായ സൈബർ ആക്രമണം സംബന്ധിച്ച് നടത്തിയ പോലീസിൻ്റെ സൈബർ അന്വേഷണം നടത്തിയ അന്വേഷണത്തിൽ ഓഡിറ്റിങ്ങിലും അതിൻ്റെ RCCയിലെ കമ്പ്യൂട്ടർ ശൃംഖലയുടെ സെക്യൂരിറ്റി സിസ്റ്റം വേണ്ടത്ര ഗുണനിലവാരമില്ലായിരുന്നെന്ന് കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത്. അപ്പോൾ ഇത്രയധികം രോഗികളുടെ സ്വകാര്യ വിവരങ്ങളും ആരോഗ്യ സംബന്ധമായ വിവരങ്ങളുമൊക്കെ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഈ സ്ഥാപനത്തിന് ഉപയോഗത്തിനായി വേണ്ടത്ര നിലവാരമില്ലാത്ത സെക്യൂരിറ്റി സിസ്റ്റം ഉൾപ്പെടെയുള്ള നെറ്റ്വർക്ക് സംവിധാനത്തിന് അനുമതി ലഭിച്ചത് എങ്ങനെയാണെന്നും ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതുമാണ് ചോദ്യം. സർ, ഞാൻ ഉത്തരത്തിൽ പറഞ്ഞതുപോലെ RCCയിലെ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിലെ GE കമ്പനിയുടെ പാക്ക് സോഫ്റ്റ്വെയറും അതോടൊപ്പം തന്നെ റേഡിയേഷൻ ഫിസിക്സ് വിഭാഗത്തിലെ വേരിയൻ കമ്പനിയുടെ സിട്രിക് സോഫ്റ്റ്വെയറിലുമാണ് ഈ സൈബർ ആക്രമണം നടന്നതായി കണ്ടെത്തിയത്. സർ, 28/4/2024 വൈകുന്നേരം ഒരു രോഗിയുടെ പരിശോധനാ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള വിവരം RCCയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ തന്നെ അവിടുത്തെ സൈബർ ഇൻഫർമേഷൻ സിസ്റ്റം ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും മറ്റ് സിസ്റ്റത്തിലേക്ക് ഇത് വ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്തു. സർ, ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് പിറ്റേന്ന് രാവിലെ വേരിയൻ കമ്പനിയുടേതായിട്ടുള്ള റേഡിയേഷൻ ഫിസിക്സ് വിഭാഗത്തിലുള്ള ഒരു സിസ്റ്റത്തിലും ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവിടെ സാധിക്കാതെ വന്നു. അപ്പോൾ ഡേറ്റ എൻക്രിപ്റ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലായി. ഏതാണ്ട് വിതിൻ നോ ടൈം, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടികൾ സ്വീകരിച്ചു. സർ, ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത് രണ്ട് കമ്പനികളുടെ സോഫ്റ്റ്വെയറാണ്. എന്നാൽ RCCയുടെ മേജറായിട്ടുള്ള സിസ്റ്റത്തിനോ സെർവറുകൾക്കോ ഒരു കേടുപാടും അല്ലെങ്കിൽ ഒരു അറ്റാക്കും അതിനെതിരെ നടന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം RCCയുടെ മേജറായിട്ടുള്ള സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ സെർവറുകൾ അത് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ വേരിയൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ആ രീതിയിലുള്ള ഒരു ആൻറ്റി വൈറസ് പ്രൊട്ടക്ഷൻ അവരുടെ സിസ്റ്റത്തിൽ വേണ്ട എന്ന നിലപാട് ആദ്യം എടുത്തു. അതിനവർ കാരണമായി പറഞ്ഞത് ഈ റിസൾട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം താമസിക്കുമെന്നുള്ളത് കൊണ്ട് അതിൽ ആൻറ്റി വൈറസ് പ്രൊട്ടക്ഷൻ വേണ്ട, അവരുടെ ആ കമ്പ്യൂട്ടറുകളിൽ PC-കളിൽ വേണ്ട എന്നുള്ളത് അവർ പറഞ്ഞ് കമ്പനി തന്നെയാണത് നേരിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ RCCയുടെ മറ്റ് സിസ്റ്റത്തിലോ പേഷ്യൻ്റ് ഇൻഫർമേഷൻ സംവിധാനത്തിലോ യാതൊരു തരത്തിലുള്ള അറ്റാക്കും ഉണ്ടായിട്ടില്ല. അത് ആ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ സർ, ഈ വളരെ നമ്മൾ എയിംസ് പോലെയുള്ള ഡൽഹി എയിംസ് ഒക്കെ 1 മാസം പ്രവർത്തനം നിർത്തിവെച്ച സാഹചര്യമുണ്ട് ഒരു സൈബർ അറ്റാക്ക് ഇതുപോലെ ഉണ്ടായ സാഹചര്യത്തിൽ. പക്ഷേ RCC വളരെ കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് അതോടൊപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ IT വിദഗ്ധരെ ഉൾപ്പെടുത്തി കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നതിന്, സെക്യൂരിറ്റി സംവിധാനം കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, 20 ലക്ഷത്തോളം രോഗികളുടെ വിവരങ്ങൾ ഹാക്കർമാർ ചോർത്തി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സർ, നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിലെ പോരായ്മയാണ് ഹാക്കർമാർക്ക് ഈ ശൃംഖലയിലേക്ക് കടന്നു കയറാൻ സഹായിക്കുന്നത്. അപ്പോൾ സർ, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സമാനമായ രീതിയിൽ RCCയിൽ നിന്ന് സമാനമായ രീതിയിൽ ഹെൽത്ത് സംവിധാനം സംസ്ഥാനത്ത് മുഴുവനുണ്ട്. ഈ ഹെൽത്ത് സംവിധാനത്തിൽ ഇതുപോലെയുള്ള രോഗികളുടെ ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ഹാക്കിംഗ് നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന്? സർ, ബഹുമാനപ്പെട്ട അംഗം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് RCCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അതിൽ ഈ സിസ്റ്റം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ അറിയേണ്ടത് ഈ രോഗികളുടെ പ്ലാൻ സംബന്ധിച്ച്, പരിശോധന സ്കാനിങ് സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് പരിശോധന സംബന്ധിച്ച പ്ലാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ പേഷ്യൻറ്റിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നില്ല. പിന്നെ IT വിദഗ്ധർ പറയുന്ന മറ്റൊരു കാര്യം സർ, ഈ ഡേറ്റ അവർ കവർന്നതായിട്ട് നമുക്ക് യാതൊരു തെളിവുമില്ല. അവർ കവർന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ബ്ലാക്ക് വെബിൽ ഉൾപ്പെടെ അത് പ്രസിദ്ധമാകുന്ന അല്ലെങ്കിൽ അത് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ RCCയുടെ ഒരു ഡേറ്റയും ആ രീതിയിൽ ബ്ലാക്ക് വെബിലൊന്നും ഇതുവരെ അത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഡേറ്റ ആ രീതിയിൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ അവർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം സർ, ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്ററിലാണ് ഹെൽത്തിൻ്റെ എല്ലാ ഡേറ്റകളും സൂക്ഷിക്കുന്നത്. അതുമാത്രമല്ല ഈ രീതിയിലുള്ള പ്രൊട്ടക്ഷനുകൾ, ആൻറ്റിവൈറസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് ഉറപ്പാക്കിക്കൊണ്ടാണ് ഹെൽത്തിൻ്റെ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഹെൽത്തിൽ പരിശോധിക്കുന്ന ഡോക്ടർ വിത്ത് ദ പെർമിഷൻ ഓഫ് പേഷ്യൻറ്റിൻ്റെ അനുവാദത്തോടെ ഡോക്ടർക്കും മാത്രമേ ആ രണ്ട് വ്യക്തികൾക്ക്, പേഷ്യൻറ്റിനാണ് അതിൽ പൂർണ്ണാധികാരം, അത് പേഷ്യൻറ്റിൻ്റെ അനുവാദത്തോടെ ഡോക്ടർക്കും ഈ ഡീറ്റെയിൽസിലേക്ക് കാണാൻ കഴിയും. മറ്റൊരാൾക്കും ഒരു വ്യക്തിയുടെ മറ്റു വിവരങ്ങൾ, സ്വകാര്യമായ വിവരങ്ങൾ, രോഗവിവരങ്ങൾ കാണാനായിട്ട് കഴിയുന്നതല്ല.